നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഏട്ടന്റേതായ ഒരു സമയം കൊടുക്ക്. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞത് ആരോടും പറയല്ലേ? ആരോടും പറയില്ല. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? മുമ്പൊക്കെ നീ പറഞ്ഞിട്ടുണ്ട് ജീവിക്കുന്നതിനൊരു അർത്ഥമില്ല, ജീവിതത്തിനൊരു അർത്ഥമില്ല എന്നൊക്കെ. ഇപ്പൊ നീ അങ്ങനെ പറയോ? ഇല്ല, ഇപ്പൊ ഞാൻ ജീവിക്കുന്നതിന് ഒരർത്ഥമുണ്ട്. എന്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ട്. ഇങ്ങനെയുള്ള ലവ് സ്റ്റോറികളാ കാണാനും കേൾക്കാനും രസം. എന്തായാലും നടക്കട്ടെ മോളെ. നിന്റെ സ്നേഹം കണ്ടില്ലാന്ന് വെക്കാൻ ഏട്ടൻ ഒരിക്കലും പറ്റില്ല. എന്നാ വെച്ചു. എന്താ ആരതി, എന്തെങ്കിലും പറയാൻ വിട്ടുപോയോ? അതെ, വിഷു അല്ലേ, നിന്റെ വീട്ടിൽ നിന്ന് അവര് കൈനീട്ടം കൊണ്ടുവരോ? അറിയില്ല. കഴിഞ്ഞ തവണ ഓണത്തിന് അവരെല്ലാരും കൂടി വന്നിട്ടുണ്ടായ സംഭവങ്ങളൊക്കെ അറിയാലോ. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ അല്ലല്ലോ. നിനക്ക് ഒരുപാട് മാറ്റം വന്നില്ലേ? അപ്പൊ ഇനി എന്ത് ചടങ്ങ് നടന്നാലും ഏട്ടന്റെ ഭാര്യ വീട്ടുകാരെ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിരിക്കണം. ഇപ്പൊ തന്നെ അച്ഛനെ വിളിച്ച് പറ. പറയാല്ലേ? പറയണം. അത് നിന്റെ വീട്ടിൽ നിന്ന് ഏട്ടന് കിട്ടുന്നൊരു ബഹുമാനാ. എന്നാ നീ ഫോൺ വെച്ചോ, ഞാൻ ഇപ്പൊ തന്നെ അച്ഛനെ വിളിക്കാം. ശരി. മോളെ, അച്ഛാ, അച്ഛൻ എവിടെയാ? അച്ഛൻ ജോലിയില്ല മോളെ. ഇപ്പൊ സംസാരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഏയ്, മോള് പറഞ്ഞോ. അച്ഛാ, വിഷു വരല്ലേ? വിഷുവിന് അച്ഛൻ ഇങ്ങോട്ട് വരില്ലേ? അങ്ങോട്ട് വരണം, എന്തെങ്കിലും കൈനീട്ടം കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ വന്നാ അവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്നാ. അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അച്ഛൻ വരണം. സൂര്യ സാറിന് കൈനീട്ടം കൊടുക്കണം. അതെന്റെ ആഗ്രഹം. മോക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അച്ഛനത് സാധിച്ചു തരാതിരിക്കും. അച്ഛൻ വരാം മോളെ. പിന്നെ ഇങ്ങോട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി അച്ഛൻ കടം വാങ്ങിക്കാനൊന്നും നിൽക്കണ്ട. അച്ഛനെ കൊണ്ടാവുന്നത് മതി. അല്ലെങ്കിൽ എന്താണെന്നറിയോ അച്ഛാ, ഭാര്യ വീട്ടിൽ നിന്ന് കൈനീട്ടം കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുമ്പോ സൂര്യ സാറിനത് വിഷമായാലോ? നമ്മള് സൂര്യ സാറിന്റെ അഭിമാനം നോക്കണ്ടേ? വരാം മോളെ. അച്ഛൻ എല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് മോളെ വിളിക്കാം. അത് മതി, അച്ഛൻ വിളിച്ചാ മതി. മോക്ക് സുഖമാണല്ലോ അല്ലേ? സുഖാച്ച. മുൻപൊക്കെ അച്ഛനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്ന പോലെ അല്ല. സൂര്യ സാറിന് എന്നോട് വലിയ ഇഷ്ടാ. എനിക്ക് സൂര്യ സാറിനോടും. ശരി മോളെ. എന്റെ ദൈവമേ, ആ വീട്ടിലേക്ക് പോയതിനു ശേഷം എന്റെ മോൾ ഇത്രയും സന്തോഷത്തോടെ സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. സന്തോഷമായി ഭഗവതി. നന്ദിനി, മാഡം, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അത് വേറെ ആരും അറിയരുത്. എന്താ മാഡം? ഇന്നലെ സൂര്യ കൈനീട്ടായിട്ട് കൊണ്ടുവന്ന സാരിയില്ലേ, ഞാനതൊന്ന് ശരിക്കും നോക്കിയത് പോലും ഇല്ല.
വെറുതെ ഒന്ന് നോക്കാനാ. അതൊന്ന് എടുക്കോ? ആ, ഓ എടുക്കാലോ. രൂപയോ? ആ, ഇതാരാ സെലക്ട് ചെയ്തേ? ഞാൻ സെലക്ട് ചെയ്തതാ. മാഡത്തിന് എടുക്കാനാവുമ്പോ ഇത്രയൊക്കെ വിലയുള്ളത് വേണ്ടേ? ഞാനൊന്ന് നോക്കട്ടെ. ഉം. ഗുഡ് സെലക്ഷൻ നന്ദിനി, നന്നായിട്ടുണ്ട്. ഇതിലേക്ക് ചേരുന്നുണ്ടല്ലേ നന്ദിനി? നന്നായിട്ട് ചേരുന്നുണ്ട്. എന്നാ ഞാനത് കയ്യിൽ വെച്ചോളാം. അയ്യോ മാഡം, പത്മ മാഡം കണ്ട പ്രശ്നാവില്ലേ? അത് ഒരു കാര്യം ചെയ്യാം, ഞാനത് തൽക്കാലം മമ്മിയെ കാണിക്കുന്നില്ല. ഞാന് എന്റെ ഡ്രസ്സിന്റെ കൂട്ടത്തിൽ വെച്ചിട്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോ എടുത്തുകൊടുക്കാം. അപ്പൊ പിന്നെ മമ്മിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് വേണ്ട മാഡം, എപ്പോ തിരിച്ചറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. എനിക്ക് മാത്രല്ല, വാങ്ങിച്ച മാഡത്തിനും പ്രശ്നമാവും. നന്ദിനി, ഇന്നലെ സൂര്യ എന്റെ അടുത്ത് വന്ന് എനിക്ക് കൈനീട്ടം തരാൻ പോവാണെന്ന് പറഞ്ഞില്ലേ? അവൻ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് അങ്ങനൊരു കാര്യം ചെയ്തത്. സത്യം പറഞ്ഞാ എനിക്കൊന്ന് കരയണമെന്ന് പോലും തോന്നിയതാ. അവൻ ഞങ്ങളോട് വഴക്കിട്ടാലും ഞങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും എന്റെ ആങ്ങളെ തന്നെയല്ലേ. ഞാൻ വേണമെങ്കിൽ ഇതൊരിക്കലും ഉടുക്കാതിരിക്കാം, എങ്കിലും എന്റെ ഷെൽഫിൽ തന്നെ ഇരുന്നോട്ടെ. ഇടയ്ക്ക് അവന്റെ സമ്മാനമാണല്ലോ എന്ന് പറഞ്ഞ് എനിക്കൊന്നെടുത്ത് നോക്കാമല്ലോ. നന്ദിനി, മാഡം ഇത് വെച്ചോളൂ. സാറിന് നിങ്ങളെല്ലാവരെയും ഇഷ്ടം. അത് നിങ്ങൾ തിരിച്ചറിയാഞ്ഞിട്ടാ. ശരി നന്ദിനി, ഞാനെന്നാ പോട്ടെ. മാഡം, ഒരു മിനിറ്റ്.